സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സക്സസ് എത്തി. രഞ്ജു എന്ന ചേട്ടന്റെ പേര്, ചേട്ടനാണ് അന്ന്. ഹായ്, നമുക്ക് കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഒരുപാട് ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അന്ന് കുട്ടി കുട്ടി ആഗ്രഹങ്ങളായിരുന്നു കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നത് അല്ലെ? അന്ന് ചിലപ്പോൾ നമുക്ക് ആ ആഗ്രഹങ്ങൾ ഒരിക്കലും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ പേരൻസ് വിചാരിക്കണമായിരുന്നു ആ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്വപ്നം കാണും, നമ്മൾ ഒരുപാട് ഇമാജിൻ ചെയ്യും. ആ സമയത്ത് നമ്മൾ ഇന്നത് ചെയ്യും, അങ്ങനെ ചെയ്യും എന്നൊക്കെ. പക്ഷെ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ നടക്കാതെ പോകും അത്. ആ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നടത്തി തരുന്ന ആരാ? നമ്മുടെ അച്ഛനോ അമ്മ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ആ ആഗ്രഹങ്ങൾ നടത്തി തരുന്നത്. അവരുടെ ബുദ്ധിമുട്ട് കാരണം മിക്കവാറും നമുക്ക് ആ ആഗ്രഹങ്ങൾ നടക്കാതിരിക്കും. ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന വിഷമം ചിലപ്പോൾ അവർക്ക് മനസ്സിലാവത്തില്ലായിരിക്കാം, ചിലപ്പോൾ മനസ്സിലാവും, ചിലപ്പോൾ അവരത് പ്രകടിപ്പിക്കത്തില്ലായിരിക്കാം. അങ്ങനെയുള്ള ആഗ്രഹങ്ങളായിരുന്നു കുട്ടിക്കാലത്തുണ്ടായിരുന്നത്. കുറച്ചൊക്കെ വലുതായി കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നവരാ നമ്മൾ തന്നെയല്ലേ? നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പോകുന്ന ആര് വഴിയാ? നമ്മൾ വഴിയാ. അപ്പൊ നമ്മൾ സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ തുടങ്ങും അല്ലെ? നമ്മുടെ ലൈഫില് പല ആൾക്കാരും പറയുന്ന കേട്ടിട്ടുണ്ട്, എന്റെ ലൈഫിൽ ഞാൻ ഒന്നും പ്ലാൻ ചെയ്യാറില്ല, അത് പോകുന്ന വഴിക്ക് അങ്ങ് പോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്കൊരു പ്ലാനിങ് വേണം. നമ്മുടെ ലൈഫിൽ ഇന്ന വയസ്സിനുള്ളിൽ നമ്മൾ ഇന്നടത്ത് എത്തിപ്പെടണം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ന സമയത്തിനുള്ളിൽ നമ്മുടെ ഒരു കരിയർ ഇങ്ങനെ ആക്കിയെടുക്കണം എന്നൊക്കെ നമ്മളൊരു ലൈഫിൽ ഒരു പ്ലാനിങ് വേണം. ഇപ്പൊ ഒരു ടീനേജ്, ഒരു +2 കഴിഞ്ഞ് ഒരു കോഴ്സ് കഴിഞ്ഞ് ആ കോഴ്സ് കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങളിപ്പോ ടീനേജ് കുട്ടികൾ മിക്കവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അവർ ആ ഒരു ലൈഫിൽ ഭയങ്കര കെയർലെസ് ആയിട്ട് അങ്ങ് പോകും അവരുടെ ജീവിതം. പിന്നെ ആ ഒരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഒരു +2 ഒക്കെ കഴിഞ്ഞ് ഒരു കോളേജ് ടൈം, അല്ലെങ്കിൽ അത് കഴിയുന്ന ഉടനെ തന്നെ നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സക്സസ് എത്തിയിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഞാനൊരു ജോലിക്ക് കയറിയ സമയത്ത് സത്യത്തിൽ ഞാനൊരു അക്കൗണ്ടന്റ് ആയിട്ടാണ് ജോലി കയറി കേട്ടോ അന്ന്. അപ്പൊ സത്യത്തിൽ സിസ്റ്റം പോലും ഓണാക്കാൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ അവിടെ വിട്ടുകൊടുത്തില്ല. എനിക്കിതെല്ലാം അറിയാം എന്നുള്ളൊരു ഫുൾ കോൺഫിഡൻസ്. ശരിക്കും എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. കോൺഫിഡൻസ് പുറമേ കാണിച്ച് ഞാൻ അവിടെ പിടിച്ചു നിന്ന് ഇപ്പൊ ഞാൻ തരക്കേടില്ലാത്ത ഒരു അക്കൗണ്ടന്റ് ആയി മാറി. ആ മാറാനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുടെ ചീത്തവിളി കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പല കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല, നമുക്ക് പറ്റാത്ത കാര്യമാ, ഇത് മുന്നോട്ട് പോയാൽ ശരിയാവില്ല, നമുക്ക് ഇവിടെ കൊണ്ടങ്ങ് നിർത്തി വേറെ എന്തിനെങ്കിലും പോകാനോ. ഒരിക്കലും അങ്ങനെ പോകരുത്. നമ്മൾ ഏതാണോ ഒരു കരിയർ ആഗ്രഹിക്കുന്നത് അതിനകത്ത് തന്നെ നമ്മൾ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ, ആ കരിയർ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. തീർച്ചയായിട്ടും കഷ്ടപ്പെടേണ്ടി വരും. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊരു സക്സസ്സിലോട്ട് എത്തത്തുള്ളൂ. ഇപ്പൊ ഞാൻ എന്റെ ലൈഫിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് തന്നെ എന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന കടം തീർക്കണം, അല്ലെങ്കിൽ ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന കാര്യം ചെയ്യണം, ഈ സമയത്തിനുള്ളിൽ അത് ചെയ്യണം, അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്റെ ലൈഫിൽ. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഏൺ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞ് അന്ന് എനിക്കറിയാം, എനിക്ക് എന്റെ ഒരു പരിചയത്തിലുള്ള ഒരു ചേട്ടനാണ്, രഞ്ജു എന്നാ ചേട്ടന്റെ പേര്. ചേട്ടനാണ് അന്ന് എനിക്ക് ജോലിക്ക് പോകണമെന്ന് ഞാനൊരു ആഗ്രഹം പറഞ്ഞപ്പോ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരു ന്യൂസ് പേപ്പറിന്റെ കട്ടിങ് കൊണ്ട് തന്നിട്ട് ഇന്നടുത്തൊരു വേക്കൻസി അവിടെ ആളിനെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുത്തത്. ഞാൻ ആ സ്പോട്ടിൽ ബസ്സിൽ കയറി പോയി, അവിടെ ഇന്റർവ്യൂവിന് പോയി. എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു, ഞാൻ ഫസ്റ്റ് പോയ സ്ഥലമായിരുന്നു. അറ്റൻഡ് ചെയ്ത് ദൈവസഹായത്തിന് എന്നെ അവിടെ ജോയിൻ ചെയ്ത് അപ്പൊ തന്നെ എനിക്ക് അവിടെ ജോലിയായി. പക്ഷെ പിന്നീട് ഞാൻ അവിടെ നിന്ന് എൻ്റെ ഒരു നല്ലൊരു എന്താ പറയാ, എൻ്റെ ആ ഒരു അക്കൗണ്ട്സിലെ ഫീൽഡിലുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു അവിടെ എനിക്ക് നന്നായിട്ട് സക്സസ് ആവാൻ പറ്റി. അന്ന് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പല സമയത്ത് കളഞ്ഞിട്ട് പോകാനുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഒരു ഫീൽഡിൽ ചെല്ലുമ്പോൾ. അതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ തരണം ചെയ്ത് നിന്ന് എന്തുകൊണ്ടാ നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ നമുക്കൊരു കരിയർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമുക്കൊരു പൊസിഷനിൽ എത്തണം എന്നൊരു ആഗ്രഹം എനിക്ക് മനസ്സിലുള്ളത് കൊണ്ടാട്ടോ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അവിടെ പിടിച്ചു നിന്നത്. അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടു, ഒത്തിരി കരഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നിട്ട് ഞാൻ അത് കളഞ്ഞില്ല. എന്തിനാണെന്നറിയോ? എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, എനിക്ക് ഇതിന്റെ ഒരു പൊസിഷനിൽ എത്തണം എന്നുള്ളത്. പക്ഷെ ശരിക്കും ഞാനത് നല്ല പൊസിഷനിൽ എത്തിയിട്ട് തന്നെയാണ് എന്റെ ജോബ് അവസാനിപ്പിച്ചത്. പക്ഷെ അവസാനിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പിന്നെ സ്വന്തമായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളും ആയതുകൊണ്ട് അതിൽ നിന്ന് വിട്ടതാണ്. ഇപ്പൊ അക്കൗണ്ട്സ് ഫീൽഡിലോട്ട് ഇല്ലാത്തത് കൂടുതലും.
പക്ഷെ നമ്മൾ എപ്പോഴായാലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ചിലപ്പോൾ വരത്തില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊന്നും പറഞ്ഞു തരാൻ ആരും വരത്തില്ല. നമ്മൾ സ്വയം വിചാരിക്കണം നമ്മളൊരു ലൈഫിൽ ഇങ്ങനെ എത്തണം, അല്ലെങ്കിൽ നമ്മളൊരു ലൈഫിൽ ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ സ്വയം വിചാരിച്ചാൽ മാത്രമേ നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആരും വന്ന് നമ്മളെ പുഷ് ചെയ്ത് അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ എന്നൊക്കെ പറയും. പേരൻസ് പറയും, ചിലടത്ത് പേരൻസ് പറയും നീ അങ്ങനെ ചെയ്യുക. പക്ഷെ ആ സമയത്ത് നമ്മൾ അതൊന്നും കേൾക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാകില്ല. പക്ഷെ അത് ഞാൻ പറയുന്നത് ഉണ്ടാക്കി എടുക്കണോ എന്നുള്ളതാണ്. ഉണ്ടാക്കി എടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ലൈഫിൽ പ്ലാനിങ് വേണമെന്നേ. പ്ലാൻ ചെയ്ത് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ജേണി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും, വളരെ സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും. പക്ഷേ ഈ പ്ലാൻ ചെയ്തിട്ട് അതെടുത്ത് കശത്ത് മടക്കി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജേണി ഭയങ്കര റിസ്ക് ഉള്ളതായിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രമാത്രം കഷ്ടപ്പെടണം. ചിലപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പാടിനിടയ്ക്ക് നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും, ഒരുപാട് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും നമ്മുടെ സക്സസിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടായിരിക്കണം പിന്നീട് അങ്ങോട്ടുള്ളത്. നമ്മൾ എന്തൊരു ആഗ്രഹമാണോ നമുക്ക് സാധിച്ചെടുക്കാനുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹമായിരിക്കണം പിന്നീട് അങ്ങോട്ട്. നമ്മൾ ഏത് സമയം നമ്മുടെ മൈൻഡിൽ അതായിരിക്കണം നമ്മുടെ ചിന്ത, നമ്മൾ അവിടെ എത്തണം, നമ്മൾ അവിടെ എത്തണം, നമ്മൾ അവിടെ ചെയ്യണം, അത് ചെയ്യണം, അത് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ മുന്നോട്ട് പോയി നോക്കിയേ ഉറപ്പായിട്ടും എത്തിയിരിക്കുവാടാ. ലൈഫ് ഇസ് നോട്ട് ആൻ ഈസി ജേണി, അല്ലെ? ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസി ആയിട്ടുള്ളൊരു ജേണി അല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭയങ്കര പാടാണ് നമ്മുടെ ആ ഒരു യാത്ര എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ക്യാൻ ബി എ സിമ്പിൾ ജേണി ഇഫ് യുവർ പാത്ത് ഈസ് റൈറ്റ്, അല്ലെ? നമ്മുടെ വഴികൾ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ജേണി എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കും, അല്ലെ? നമ്മുടെ ജേണി എപ്പോഴും സിമ്പിൾ ആവണം, നമ്മുടെ ലൈഫ് ജേണി സിമ്പിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വഴികൾ ശരിയായിരിക്കണം. നമ്മുടെ വഴികൾ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജേണി ശരിയായിട്ട് തന്നെ വരും, നമ്മുടെ ജീവിതം ശരിയായിട്ട് തന്നെ പോകും. എൻ്റെ ഒരു തിയറിയാണ് കേട്ടോ, സൂക്ഷിച്ചു വെച്ചോ, ഉപയോഗപ്പെടും. താങ്ക് യു.